ഒരു ചരുവം നിറച്ച് ഹണിക്കോമ്പ് എനിക്ക് സമ്മാനിക്കുന്നതാണ് ഷോട്ട്. ഹലോ ഗുഡ് മോർണിംഗ്, ഇതെൻ്റെ നൈബർ ഫാനി. നമ്മളാണെങ്കിൽ ഈ വീഡിയോസിലൊക്കെ ഇങ്ങനെ ഹണിക്കോമ്പ് കടിച്ച് തിന്നണ പിക്കും വീഡിയോസൊക്കെ കണ്ട് രസം പിടിച്ച് നിൽക്കണ നേരത്താണ് ഇത് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് നമ്മൾ പിഴിയാൻ ട്രൈ ചെയ്തു. അപ്പോൾ ഈ വീഡിയോസിൽ കാണുന്ന അത്ര ഈസി അല്ല, അത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ പിഴിഞ്ഞെടുക്കണം. പിന്നെ നല്ല വെയിലത്ത് വെച്ച് നല്ല പോലെ ചൂടാക്കണം. ഈ വീഡിയോസിലൊക്കെ കാണുമ്പോഴേ തോന്നുന്ന രസം നമ്മളത് ചെയ്ത് നോക്കുമ്പോൾ തീരെ കിട്ടുന്നില്ല. എന്തായാലും നല്ല കഷ്ടപ്പാടുണ്ട്. പിന്നെ ഇത് കഴിക്കുമ്പോൾ വീഡിയോസിലൊക്കെ കാണിക്കുന്നില്ല, ഇങ്ങനെ നമ്മൾ ജിലേബി കഴിക്കുന്ന ഫീലായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ തേനൊക്കെ ഒഴുകി വരുന്നുണ്ട്. പക്ഷെ അതിൻ്റെ വാക്സ് ഒരു ശല്യം പോലെ നമ്മുടെ നാവുമ്മയൊക്കെ ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കും. എന്തായാലും ഇതൊക്കെ നന്നായി സംസ്കരിച്ചെടുത്ത് നമ്മുടെ കയ്യിൽ കുപ്പികളിൽ കിട്ടുമ്പോൾ നമ്മളിതിൻ്റെ കഷ്ടപ്പാട് അറിയാറില്ലല്ലോ. ഇത് ടേസ്റ്റ് ചെയ്തപ്പോഴേ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ആലോചിച്ചത്. ഒന്ന്, നമ്മൾ വാഴയുടെ പോളയെന്നൊക്കെ കുടിക്കുന്ന തേൻ, അത് നെക്ടർ എന്നാണ് പറയുന്നത്, ഫ്ലവർ. അതേസമയം തേനീച്ചക്കൂട്ടിൽ നിന്ന് എടുക്കുന്ന തേനെ ആണ് പ്രോസസ്ഡ് തേൻ എന്ന് പറയുന്നത്. പ്രോസസ്ഡ് തേനും നെക്ടറും തമ്മിലുള്ള വ്യത്യാസം പറയുകയാണെങ്കിൽ വാട്ടർ കണ്ടൻറ്റ് 80% വാട്ടർ കണ്ടൻ്റ് ആയിരിക്കും നെക്ടറിൽ. അതേസമയം പ്രോസസ്ഡ് തേനിൽ 20% താഴെ ആയിരിക്കും വാട്ടർ കണ്ടൻറ്റ്. തേനീച്ച നെക്ടർ അകത്താക്കുമ്പം അവയുടെ ബെല്ലിയിൽ വെച്ചിട്ട് എൻസൈംസ് കൂടിക്കലരുമ്പോൾ ഈ തേനിൻ്റെ നെക്ടറിലുള്ള കോംപ്ലക്സ് ഷുഗറായിട്ടുള്ള സൂക്രോസ് ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ഗ്ലൂക്കോസും ഫ്രക്ടോസും ആയിട്ട് മാറ്റപ്പെടും. അങ്ങനെ മാറ്റപ്പെടുന്ന അല്ലെങ്കിൽ പ്രോസസ്ഡ് ആയിട്ടുള്ള ഹണീനെ കുഞ്ഞറകളിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അതിനുശേഷമാണ് ഇവിടെ വിങ്സ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യും, ഈ വാട്ടർ കണ്ടൻറ്റ് ഇതിൽ നിന്ന് റിമൂവ് ചെയ്യുകയും ചെയ്യുന്നത്. പിന്നീട് അതിൻ്റെ മുകൾ ഭാഗം വീണ്ടും വാക്സ് വെച്ച് അടച്ച് സേഫായിട്ട് സൂക്ഷിക്കുന്ന പ്രക്രിയയാണ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ചെടികളെയും പൂക്കളെയും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് സൈഡായിട്ട് ചെയ്യാവുന്ന ഒരു പരിപാടിയാണ് തേനീച്ച വളർത്തൽ. അപ്പം അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഇന്ന് അവൈലബിളാണ്. മണ്ണുത്തിയിലെ കൃഷി വിജ്ഞാന കേന്ദ്രയിൽ ഇതിൻ്റെ പരിശീലനം നടക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.